ശരിയാണ്, നിങ്ങളുടെ ദൃശ്യങ്ങൾ മാത്രമേ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നുള്ളൂ. അവിടെ ഒരഭിഭാഷകനെ ലേബർ കോർട്ടിൻ്റെ മുമ്പിൽ വെച്ച് മാധ്യമപ്രവർത്തകൻ ചവിട്ടി റോഡിലിട്ടിട്ട് അദ്ദേഹം പുറത്തേക്ക് വരുന്നത് മാത്രമേ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ. ചവിട്ടുന്നത് നിങ്ങൾ കാണിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മീഡിയ ഇല്ല. നിങ്ങളുടെ ഔദാര്യത്തിൽ വേണം കേരളത്തിലെ ജനങ്ങളിത് കാണിക്കാൻ. അത് മുതലെടുത്തുകൊണ്ട് പകുതി മാത്രം കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അധാർമികമായ നിലപാടാണ് മിസ്റ്റർ ഹരിഷൻ. എന്തായാലും നടക്കാൻ പോവുകയാണല്ലോ. അവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടാവും, അതിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. ആ ഒരു തർക്കത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. ആ ഘട്ടത്തിൽ അത് സംബന്ധിച്ച കൂടുതൽ തർക്കത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ ഒരൊറ്റ കാര്യം ആവർത്തിക്കുകയാണ്. ഈ പറഞ്ഞ മലയാള മനോരമയുടെ ലേഖിക റോസമ്മ ചാക്കോ ആയാലും മാതൃഭൂമിയുടെ ലേഖിക AM പ്രീതി ആയാലും അവരൊക്കെ അതിക്രമം കാണിച്ചു എന്ന് താങ്കൾ ആരോപിക്കുന്നത് അവരെ കണ്ടിട്ടായിരിക്കില്ല ഒരിക്കലെങ്കിലും എന്ന് ഞാൻ കരുതുന്നു. അവരാണല്ലോ അതിക്രമിച്ച് കയറിയെന്ന് താങ്കൾ പറഞ്ഞത്. അവരൊക്കെയാണ് അതിക്രമം കാണിച്ചത് എന്ന് അവരെ ഒരിക്കൽ പോലും കാണാത്തയാളായതുകൊണ്ടായിരിക്കും താങ്കൾ ആരോപിച്ചത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. കാരണം അവരുടെ അവസ്ഥ അതാണ്. അത്രയുമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ഞാൻ വരാം താങ്കളിലേക്ക്. ഇപ്പോൾ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് രാംകുമാറിലേക്ക് വരാം തീർച്ചയായും താങ്കളുടെ അവസരത്തിലേക്ക്. ഇപ്പോൾ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ കൂടി ചേരുകയാണ്. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ, മീഡിയ റൂം അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നു. കോടതി ബഹിഷ്കരണം ഇന്നും തുടരുന്നു. 5 അഭിഭാഷകർ അല്ലെങ്കിൽ 6 അഭിഭാഷകർക്കെതിരെ നടപടിയെടുക്കുന്നതിലേക്ക് ഹൈക്കോടതി അസോസിയേഷൻ പോകുന്നു. ഈ നിലയ്ക്ക് പോകേണ്ട തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ നിലവിലുണ്ടോ? ഈ മീഡിയ റൂം തുറക്കേണ്ടതാരാണ് അടയ്ക്കേണ്ടതാരാണെന്നൊന്നും എനിക്കറിയില്ല. മീഡിയ റൂം അവിടെ അലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ മീഡിയ റൂം അനുവദിച്ചു കൊടുത്തിരിക്കുന്നതും മീഡിയ റൂം എന്ന് പറയുന്ന ഒരു റൂം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഞങ്ങൾ അഭിഭാഷകരുടെ വിശേഷങ്ങൾ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അതവിടെ കോടതി നടപടികൾ പൊതുജന താല്പര്യങ്ങൾക്ക് പബ്ലിക് ഇമ്പോർട്ടൻസ് ഉള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ. മാധ്യമങ്ങൾ അഭിഭാഷകർക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കി എന്ന് പറഞ്ഞിട്ട് മീഡിയ റൂം ക്ലോസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എനിക്കിതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 2, അവിടെ അടച്ചുപൂട്ടേണ്ടത് മുറി ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 2008 എനിക്കെതിരെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും എനിക്കെതിരെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നോടുള്ള അനിഷ്ടം അവർക്ക് തുടങ്ങുന്നു. ഞാനിപ്പം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറാണെന്ന് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ തുടങ്ങി വെച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈ മീഡിയ റൂമിൻ്റെ വലുപ്പത്തിലൊരു മുറി ഹൈക്കോടതി ബാർ അസോസിയേഷൻ 2ാമത്തെ നിലയിലാണ് അതിൻ്റെ റൂം, ഹാളും ഓഫീസും റിസപ്ഷനും ക്യാൻറ്റീനും ഒക്കെ ഉള്ളത്. ആ ക്യാൻറ്റീൻ്റെയും റിസപ്ഷൻ്റെ റൂമിൻ്റെയും സ്റ്റോറിൻ്റെയും ഇടയിലൊരു ഈ മീഡിയ റൂമിൻ്റെ വലുപ്പത്തിലൊരു മുറിയുണ്ട്. തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ അത് അവിടെ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ വരെയുള്ള സംഭവം, ഇന്നലെ ബോയ്ക്കോട്ടാണല്ലോ, അല്ല റെസ്ട്രെയിനിങ് ഫ്രം ഒഫീഷ്യൽ അപ്പിയറിംഗ് ബിഫോർ ദ കോർട്ടാണല്ലോ. അതിന് മുമ്പത്തെ ദിവസം വരെ നമ്മൾ ചെന്ന് നോക്കിയാൽ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ യൂണിഫോം പോലും ഇല്ലാതെ ഹൈക്കോടതിയിലെ അഭിഭാഷകർ രാവിലെ ഒരു 9-9:30 മണിക്ക് വരും. അതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചീട്ടുകളിയാണ്. ആ ചീട്ടുകളി വൈകുന്നേരം ഒരു 8 മണി 8:30 വരെ നടക്കും. ഇത് ഞാൻ ഈ മീഡിയയിലൂടെ പറയുന്നത് കൊണ്ട് എനിക്കുണ്ടാവാൻ പോകുന്ന, എന്നെ ഒറ്റപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം രീതിയിലാണെന്ന് എനിക്ക് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഒരു അസോസിയേഷൻ, ഹൈക്കോടതി ബാർ അസോസിയേഷൻ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സഭയൊന്നുമല്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ എന്നെ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്താലും എനിക്ക് വിരോധമില്ല. അപ്പോൾ മീഡിയ റൂം ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത് മീഡിയ എന്തിനുള്ളതാണ്? നമ്മളെ ഈ അഭിഭാഷക സംഘടനയിലെ അംഗങ്ങളുടെ മസിൽ പവർ കാണിക്കാനുള്ളതല്ലത്, മസിൽ പവർ നാട്ടുകാരെ അറിയിക്കാനുള്ളതല്ലത്, അവർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പറയാനുള്ള റിപ്പോർട്ടിംഗ് അല്ല. കോർട്ട് പ്രൊസീഡിങ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, അതിനുള്ള റിപ്പോർട്ടേഴ്സാണത്. അവിടെ അവർ പണിയെടുക്കാൻ വരുന്നവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ കഴിഞ്ഞ വേറൊരു ചാനലിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ലേഡി ജേർണലിസ്റ്റുകൾ അവിടെ കയറി വരുന്നു. വനിതാ അഭിഭാഷകർ അവരെ തടയുന്നു. അത് വക്കീൽ തന്നെ പറയാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പർ ഇരുന്നുകൊണ്ട് പറയാണ് കഴിഞ്ഞ വേറൊരു ചർച്ചയിൽ. അവരെ തടഞ്ഞ് അവരെ ആനയിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആരാണ് ഈ വനിതാ അഭിഭാഷകർക്ക്, ആരാണ് ഈ അവകാശം കൊടുക്കുന്നത്? ആരാണ് ഈ റൈറ്റ് കൊടുക്കുന്നത്? ഈ വനിതാ അഭിഭാഷകരെന്ന് പറയുന്നത് വനിതയായാലും പുരുഷനായാലും ജേർണലിസ്റ്റ് അവിടെ വരുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ എനിവൺ ക്യാൻ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഞാൻ മനസ്സിലാക്കുന്നത് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഒരു കമ്മിറ്റി അപ്രൂവ് ചെയ്ത ബാഡ്ജോട് കൂടിയാണ്. ഒരു ലിസ്റ്റ് ഓഫ് ജേർണലിസ്റ്റുകളാണ് അതിനകത്ത് വന്ന് കയറുന്നത്. ആ ജേർണലിസ്റ്റുകളെ അതിനകത്ത് കയറരുതെന്ന് പറയാൻ ഏത് ബാർ അസോസിയേഷനിലെ ഏത് മെമ്പർക്കാണ് അവകാശമുള്ളത്? അങ്ങനെ എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർക്ക് രജിസ്ട്രാറെ അറിയിക്കാം.
നടപടി എടുപ്പിക്കാം. പിന്നെ അതല്ല, ഇനി ആർക്കും ഇത് ജേർണലിസ്റ്റുകൾ എന്തെങ്കിലും ചെയ്തതിനാണ് കംപ്ലൈൻ്റ് എങ്കിൽ പ്രസ് കൗൺസിലിൽ ചെല്ലാം. ഏതെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട് അവിടെ എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻ ഈ ബാർ അസോസിയേഷൻ കൊടുത്തോ? റോട്ടിലേക്ക് ഇറങ്ങി നിന്ന് ഇനി നിങ്ങൾ കാണിച്ചത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. അത് ആദ്യം മൽപ്പിടുത്തം തുടങ്ങിയതും മറ്റേ WWF തുടങ്ങിയതും ഒക്കെ നിങ്ങൾ റോഡിൽ ഹൈക്കോടതി ഒരു സമുച്ചയത്തിൻ്റെ മുന്നിൽ വന്നതുകൊണ്ട് നിങ്ങളാണ് തുടങ്ങിയതെന്ന് തന്നെ വെക്കുക. അഭിഭാഷകർ ചെയ്യേണ്ടത് ഇതാണോ? ചെറുപ്പക്കാർ പിള്ളേർ വൈബ്രൻ്റായിട്ട് കേസ് പഠിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് വാദം പറയേണ്ട വക്കീലന്മാർ എഴുന്നേറ്റ് യൂണിഫോം ഇട്ടിട്ട് പുറത്തോട്ട് റോഡിലോട്ട് ഇറങ്ങി നിന്നിട്ട് മസിൽ പവർ കാണിക്കുക. ഇൻ്റലക്ട് ഉപയോഗിച്ചിട്ട് ഫൈറ്റ് ചെയ്യട്ടെ. വക്കീലന്മാരല്ലേ, ഇൻ്റലക്ട് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. തീർച്ചയായും വളരെ വ്യക്തമാണ് താങ്കളുടെ ഈ ഉത്തരത്തിൽ നിന്ന്. നമുക്ക് ചർച്ച തുടരാം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.